ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ റെസിപ്പിയുടെ പേരാണ് മിക്സ്ഡ് വെജിറ്റബിൾ ബാജി. അതായത് നമ്മുടെ കുറുമയൊക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു വകഭേദം, അത്രേ ഉള്ളൂ. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കുറച്ച് എണ്ണയ്ക്ക് വരെ നെയ്യ് എടുക്കുക, വെളുത്തുള്ളി ഇടുക, ഗരം മസാലപ്പൊടി ഇടുക എന്നിത്യാദി കാര്യങ്ങൾ. പച്ചമുളക് എടുക്കും, അതുപോലെ മുളക് പൊടി എടുക്കും. അങ്ങനെ ഇത് നോർത്ത് ഇന്ത്യയിൽ ഇത് ഈ വടാപ്പാവ് എന്നൊക്കെ പറയും. ആ പാവിൻ്റെ കൂടെയും കഴിക്കും, ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കും. പിന്നെ അത്യാവശ്യം അവർ തൈരും കൂട്ടി കഴിക്കുമ്പോൾ ഇത് കഴിക്കാറുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിന് വേണ്ട സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്ന് വിവരിച്ച് തരാം. ഇതിനു വേണ്ടി ഞാൻ ഇവിടെ 2 ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തത്, ഒരു 10-15 വെളുത്തുള്ളി തൊലി കളഞ്ഞത്, ഇത്തിരി ഗരം മസാലപ്പൊടി, ശകലം ഉപ്പ് ടേസ്റ്റിനനുസരിച്ച്, ഇത്തിരി മഞ്ഞൾപ്പൊടി, ശകലം കാശ്മീരി മുളക്, അതായത് വലിയ എരിവുണ്ടാവില്ല എന്നാൽ നല്ല കളറായിരിക്കും, പിന്നെ ഇത്തിരി ജീരകപ്പൊടി, പിന്നെ ഒരു 2 സ്പൂൺ വെണ്ണ, വേണ്ടി വരികയാണെങ്കിൽ 1 സ്പൂണും കൂടി എടുക്കണം. അങ്ങനെ ഒരു 3 സ്പൂൺ വെണ്ണ മതിയാവും. പിന്നെ അവസാനം ഒന്ന് അലങ്കരിക്കാൻ ഇത്തിരി കൊത്തമല്ലി അരിഞ്ഞത്, പിന്നെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കാൻ ഇത്തിരി ഇഞ്ചി, ഇത്തിരി പച്ചമുളക്. പിന്നെ ഇതാണ് ഇതിന് വേണ്ട പച്ചക്കറികൾ. അതായത് ഞാൻ ഒരു കാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ശകലം ഒരു എന്താ പറയുക, ഒരു 100-150 ഗ്രാം കോളിഫ്ലവർ പൊടിയായിട്ട് അരിഞ്ഞത്, അതേപോലെ ഇത്തിരി ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ ശകലം ഗ്രീൻ പീസ്, ഇത് ബട്ടർ ബീൻസ് എന്ന് പറയും. അതായത് ബീൻസിൻ്റെ ഇന്നൊരു വക, നല്ല സോഫ്റ്റാണ് ഈ ബീൻസ്. അതുപോലെ ഒരു 3-4 ഉരുളക്കിഴങ്ങ് പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു 4 സവാള പൊടിയായിട്ട് അരിഞ്ഞത്. നമ്മൾ സവാളയ്ക്ക് വരും ചെറിയ ഉള്ളി എടുക്കാം, ചെറിയ ഉള്ളി എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. പക്ഷേ ഞാനിവിടെ എടുത്തേക്കുന്ന സവാളയാണ്. ഇതിൻ്റെ കൂടെ ഇനി തക്കാളിയും കൂടി ചേർക്കാറുണ്ട്. തക്കാളി ആസ് ഇറ്റ് ഈസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തിരി ടൊമാറ്റോ സോസും കൂടി ചേർക്കാൻ പോവാണ്. അത് ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ പച്ചക്കറികളെല്ലാം തന്നെ വേവിക്കണം. സോ ആദ്യം ഞാൻ ഉരുളക്കിഴങ്ങ് ഇടുന്നു, ക്യാരറ്റ് ഇടുന്നു, ക്യാപ്സിക്കം നമുക്ക് കുറേ കൂടി കഴിഞ്ഞിട്ടിട്ടാൽ മതി, അതേപോലെ സവാളയും കുറേ കഴിഞ്ഞിട്ടിട്ടാൽ മതി. ആദ്യം വേവിക്കാനുള്ള ഐറ്റംസ് എല്ലാം ഇടാം. പിന്നെ കോളിഫ്ലവർ ഇടുന്നു, ബീൻസ് ഇടുന്നു, ക്യാപ്സിക്കം, സവാള, പിന്നെ ഗ്രീൻ പീസ്, ഈ 3 ഐറ്റം ഇത് പാതി വെന്തതിന് ശേഷം ഇട്ടാൽ മതി. ഞാൻ ഇവിടെ വേറെ ഒന്നും ചേർക്കുന്നില്ല, ശകലം ആ മഞ്ഞപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം പിന്നീട്. ഞാൻ ഉപ്പും ഇപ്പം ചേർക്കുന്നില്ല, കാരണം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും ഇത് വെന്ത് കിട്ടില്ല. അതുകൊണ്ട് അധികം വെള്ളം ചേർക്കേണ്ട, ശകലം മതി. പിന്നെ നമുക്ക് ആവശ്യമനുസരിച്ച് നമ്മൾ കറി ഉണ്ടാക്കി വരുമ്പോൾ കാലക്കൂട്ടി പിന്നെ ചെയ്താൽ മതി. അപ്പം നമ്മളിത് നല്ലോണം വേവിക്കാൻ മൂടി വെച്ച് മൂടും. നമുക്കിതിപ്പോൾ എത്രത്തോളം വെന്തു എന്ന് നോക്കാം. നമുക്കിപ്പോൾ ഇതിപ്പോൾ ഒരു പാതി വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടാം. ഞാൻ ഈ ഇഞ്ചി ചേർക്കുന്നു, ഈ പച്ചമുളക് ചേർക്കുന്നു, ഈ വെളുത്തുള്ളി ചേർക്കുന്നു, ഈ സവാള ചേർക്കുന്നു, ഈ ക്യാപ്സിക്കം ഇനിയും ആയിട്ടില്ല, നല്ലോണം വെന്തതിന് ശേഷം ചേർത്താൽ മതി. ഈ ഗ്രീൻ പീസ് ചേർക്കുന്നു, വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. അധികം വേണമെന്നില്ല, കുറച്ച് വെള്ളം, ഒന്ന് വെന്തോട്ടെ എല്ലാം കൂടി. ഒന്നും കൂടി നമ്മളിപ്പോൾ അടച്ച് വെക്കാം. എന്നിട്ട് ശരിക്കും വെന്തതിന് ശേഷം ബാക്കിയുള്ള ഐറ്റംസ് ഇടാം. ഒന്നും കൂടി എങ്ങനെ വെന്തു എന്ന് നോക്കാം.
നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ക്യാരറ്റും ഒക്കെ പാട് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ ക്യാപ്സിക്കം ഇടുന്നു. ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം നമ്മളിത് ചെറിയ രീതിയിലൊന്ന് ഇടിക്കുന്നു ഇങ്ങനെ. അതായത് ഈ നോർത്ത് ഇന്ത്യയിൽ ഭാജി എന്ന് പറഞ്ഞാൽ അഫ്കോഴ്സ് കറി എന്ന് തന്നെ അർത്ഥം. പക്ഷേ ഭാജി എന്ന് പറയുമ്പോൾ അതിന് ചെറിയൊരു ചട്നിയുടെ പരുവം കൂടി വരും. മനസ്സിലായില്ലേ? അതായത് സാധാരണ ഇല്ലെങ്കിൽ വെജ് കുറുമ അല്ലെങ്കിൽ ഗോബി മസാല അങ്ങനെയൊക്കെ പറയാറ്. പക്ഷേ ഭാജി, അതായത് മിക്സഡ് വെജ് ഭാജി എന്ന് പറഞ്ഞാൽ അത് ചെറിയ രീതിയിൽ ഇങ്ങനെ ചതഞ്ഞിരിക്കുന്ന ഒരു കറിയാണ്. അതുകൊണ്ട് നമ്മൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഇടിക്കുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ നമ്മളിടുന്ന മസാലകളെല്ലാം നല്ല രീതിയിൽ പിടിക്കുകയും ചെയ്യും, ടേസ്റ്റി ആയിരിക്കുകയും ചെയ്യും. അതിനാണ് നമ്മൾ അധികം വെള്ളം വെക്കേണ്ടെന്ന് പറഞ്ഞത്. വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇടിക്കുമ്പോൾ അതൊക്കെ പുഴ തെറിക്കും. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് നമ്മുടെ തീ വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. ഇനിയുള്ളൊക്കെ ചെറിയ തീയിൽ വേവേണ്ടതാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ മുളക് പൊടി ഇടുന്നു. അതിനെ തന്നെ ഞാൻ ഈ വെണ്ണ ഒന്ന് ഇട്ടോട്ടെ. വെണ്ണ ഏതാണ്ട് 2 സ്പൂൺ വെണ്ണയുണ്ട്, ഞാൻ അതിടുന്നു. ഇനി വെണ്ണ ആവശ്യമുണ്ടെങ്കിൽ, അതായത് നമുക്ക് തന്നെ അത് താല്പര്യം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇനിയും വെണ്ണ ഇടുന്നതിൽ തെറ്റൊന്നുമില്ല. ഞാൻ 2 സ്പൂൺ ഇടുന്നു. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ 1 സ്പൂണും കൂടി ഇടാനുള്ളൊരു മനസ്സുണ്ട്, ഞാനത് ചെയ്യും. ഇനി നമ്മൾ കരുതി വച്ചിരിക്കുന്ന ഉപ്പിടുക. ഉപ്പ് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത്തിരി ജീരകപ്പൊടി ഉണ്ട്, ഈ നാരങ്ങ പിഴിഞ്ഞത് അതും കൂടി ഇടുന്നു. പിന്നെ ഗരം മസാല പൊടി അതും കൂടി ഇടുന്നു. ശകലം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തേക്കാം. തക്കാളി ഇടാത്തതുകൊണ്ട് ഞാനിത്തിരി ടൊമാറ്റോ സോസ് ഇതിലേക്ക് ഇടുന്നു. തക്കാളി ഉണ്ടെങ്കിൽ തക്കാളിയാണ് ഇടേണ്ടത്, ഇല്ലാത്തത് കൊണ്ട് മാത്രം ടൊമാറ്റോ സോസ് ഇടുന്നു. മിക്സ്ഡ് വെജിറ്റബിൾ ഭാജി റെഡി. നമുക്ക് ഇത് ചെറുതായിട്ട് ഇത്തിരി മല്ലിച്ചീര വെച്ചിട്ടൊന്ന് അലങ്കരിച്ചേക്കാം. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിലിരുന്ന് ഇതൊന്ന് ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഈ യൂട്യൂബ് ഒന്ന് അയച്ചു കൊടുക്കുക, ഈ റെസിപ്പി. എന്നിട്ട് നിങ്ങളുടെ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് ഇടാൻ മറക്കരുത്. താങ്ക് യു.